لله رب العالمين، والصلاة والسلام على سيد المرسلين شفيع المذنبين رسول رب العالمين. اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. قال نبينا محمد صلى الله عليه وسلم: ان من اشراط الساعة ان يرفع العلم ويظهر الجهل ويشهر الزنا ويشرب الخمر. സ്നേഹമുള്ളവനാണ് വിശ്വാസികളെ, മഹല്ലത്തിലേക്കാണ് ഈ സംവിധാനങ്ങളൊക്കെ വളരെ ഭംഗിയായി നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന അതിന്റെ ഖാദിമീങ്ങൾ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു നൽകിയ ഈ ബഹത്തായ ജീവിതം, മരണസമയം ജീവിച്ചത് ഉപകാരമായി എന്ന് തോന്നുന്ന വിധം വളരെ മനോഹരമായി ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും മീഡിയകളിൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നതും ഈ മഹാപ്രപഞ്ചത്തിന്റെ അവസാനത്തിലേക്ക്, അതിന്റെ അന്ത്യത്തിലേക്ക് ഈ ലോകം പോയിക്കൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ്. നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വാർത്തകളും നമ്മൾ അനുഭവിക്കുമ്പോൾ, നമ്മൾ മനസ്സിലാക്കുമ്പോൾ, 1.5 സഹസ്രാബ്ദം മുമ്പ്, 1500 കൊല്ലം മുമ്പ് പരിശുദ്ധ പ്രവാചകർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലേ കൂട്ടി പറഞ്ഞു വെച്ച ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഈ ദുനിയാവിൽ ജീവിക്കുന്നത് പരലോകത്തെ വിജയത്തിന് വേണ്ടിയാണെന്ന ബോധവും അറിവുമുള്ള, വിവേകമുള്ള ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ അത്ഭുതപ്പെടാനില്ല. കാരണം 1500 കൊല്ലം മുമ്പ് പരിശുദ്ധ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞു വെച്ചതാണ് ഈ കാണുന്നത്. ഈ കാണുന്നതിൽ നിന്ന് ഞാൻ പാഠം ഉൾക്കൊണ്ട് എന്റെ പരലോക ജീവിതം, അനന്തമായി കിടക്കുന്ന സ്വർഗ നരക ജീവിതങ്ങൾ, അവിടെ എനിക്ക് വിജയമുണ്ടാവണം എന്ന നിയത്തോടുകൂടി ജീവിതം മാറ്റിപ്പിടിക്കാൻ, ജീവിതം ക്രമപ്പെടുത്താൻ വിശ്വാസികളെ ഓർമ്മപ്പെടുത്തലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയത്. അവിടുന്ന് പറയുന്നുണ്ട്: ഇന്ന മിൻ അശ്റാത്തി സ്സാഅ, നിശ്ചയമായും അന്ത്യദിനത്തിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് അയ്യുർഫഅൽ ഇൽം, അറിവ് ഉയർത്തപ്പെടുക, വയുദ്ഹറൽ ജഹൽ, അജ്ഞത വ്യാപിക്കുക, വയക്ഷുവൽ സിന, വ്യഭിചാരം വ്യാപകമാവുക, വയശ്റബുൽ ഖംർ, കള്ളുകൾ ധാരാളമായി കുടിക്കപ്പെടുക. ദീവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായി പറയുന്നത് അറിവ് ഉയർത്തപ്പെടുക എന്നതാണ്. മഹാരഥന്മാരായ ഹദീസ് പണ്ഡിതന്മാർ എന്ന വാക്കിനെ വിശദീകരിക്കുന്നത് വ്യാപകമായി ആളുകൾക്ക് മതബോധമില്ലാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ടെക്നോളജികളും ശാസ്ത്രവും വളരെ പെട്ടെന്ന് നിമിഷങ്ങളെ കൊണ്ട് വലിയ ഉന്നതമായ വിജയങ്ങളിലേക്ക് എത്തുമ്പോൾ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും നമ്മുടെ വിരൽത്തുമ്പിൽ ലോകത്തെ ഇരുന്ന് കാണാൻ മാത്രം അത്യാധുനിക സൗകര്യങ്ങളും ടെക്നോളജികളും ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ വ്യാപകമായി ഉന്നതമായ വിജയത്തിലേക്ക് എത്തുമ്പോൾ ആരാണ് പിതാവെന്ന് മനസ്സിലാവാത്തവർ, മാതാവിന്റെ മഹത്വത്തെ ഉൾക്കൊള്ളാത്തവർ, ഈ ഭൗതിക ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതം സംവിധാനിച്ചത് എന്തിനാണെന്ന ബോധമില്ലാത്തവർ, കേവലം ആസ്വാദനത്തിനും സന്തോഷത്തിനും ആനന്ദത്തിനും വേണ്ടി മാത്രം ജീവിക്കുമ്പോൾ വരാനിരിക്കുന്ന അനന്തമായ ഒരു പരലോക ബോധമില്ലാത്ത ആളുകൾ വ്യാപിക്കുമെന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥമെന്ന് മഹാരഥന്മാർ പറയുന്നുണ്ട്. മറ്റൊരർത്ഥം പറയുന്നത് പണ്ഡിതന്മാരുടെ മരണമാണ്. സാന്ദർഭികമായി പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ ജീവിച്ച അരനൂറ്റാണ്ട് കാലം പട്ടിക്കാട് ജാമിഅ നൂരിയ കോളേജിൽ മതവിദ്യാഭ്യാസം, ആയിരക്കണക്കായ വിദ്യാർത്ഥികൾക്ക് മതബോധവും ജീവിതത്തിന്റെ വിശുദ്ധിയും ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്ത വലിയൊരു മഹാപണ്ഡിതൻ ഇന്ന് 10 മണിയോടുകൂടി അള്ളാഹുവിന്റെ 6 അടി മണ്ണിലേക്ക്, അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയായിരിക്കും. അള്ളാഹു തആല ദറജാത്ത് ഉയർത്തി കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ് നമ്മോട് വിട പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു തആല മഹാനുഭാവന് പകരക്കാരനായി ഇൽമിന്റെയും അറിവിന്റെയും തഖ്വയുടെയും ഈ പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടത്തിലും ഒരു മനുഷ്യർക്ക് അങ്ങനെ ഉന്നതനായ ഒരു മുസ്ലിമായി വളരെ മനോഹരമായി എങ്ങനെ ജീവിക്കാമെന്ന് ജീവിതത്തിലൂടെ കാണിച്ചു തന്ന വലിയൊരു മനുഷ്യനാണ്. അള്ളാഹു പകരക്കാരൻ നൽകട്ടെ. ആ മഹാന്റെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. ഇത് പണ്ഡിതന്മാരുടെ മരണം അറിവിന്റെ മരണമാണ്. പണ്ഡിതന്മാരുടെ മരണം ഈ വിധം മഹാനന്ദന്മാരായ ഹദീസ് പണ്ഡിതന്മാർ വിശദീകരിച്ചത് ഇത് പണ്ഡിതന്മാരുടെ മരണമാണ്, അറിവിന്റെ മരണം എന്ന് പറഞ്ഞാൽ
എന്ന് പറഞ്ഞാൽ ഓരോ പണ്ഡിതന്മാരും തലയെടുപ്പുള്ള നേതാക്കന്മാരും അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയാകുമ്പോൾ പിന്നെ ഇവിടെ ബാക്കിയാകുന്നത് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ രണ്ടാമത്തെ അടയാളമാണ് അജ്ഞത വ്യാപിക്കുമെന്ന്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. വ്യാപകമായി അറിവില്ലായ്മ, മതബോധമില്ലായ്മ. അറിവെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഭൗതിക ലോകത്തെ കുറിച്ചും അതല്ലെങ്കിൽ ശാസ്ത്രവും വളരെ വിശാലമായ ഉന്നതമായ ഉയർച്ചയിലേക്ക് എത്തുമ്പോഴും എന്താണ് യഥാർത്ഥ ജീവിതമെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത, കേവലം ഈ ജീവിതം ഒന്നേയുള്ളതാവോളം ആസ്വദിക്കേണ്ടതാണെന്നൊരു തരം ലിബറൽ ചിന്ത മനുഷ്യന്മാർക്കിടയിലേക്ക്, വിശ്വാസികൾക്കിടയിലേക്ക് കടന്നുകൂടുന്നത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയ എന്ന് പറയുന്ന ഈ അജ്ഞതയുടെ വ്യാപനമാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ഈ അറിവില്ലായ്മ വ്യാപകമാകുന്ന കാലത്ത് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ഓർമ്മപ്പെടുത്തിയത്, വ്യാപകമാകുന്ന ഈ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് അത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതല്ലേ, അത് ഉണ്ടാകുമെന്ന് പറഞ്ഞ് നമ്മളും അതിന്റെ കൂടെ ഓടാനല്ല, മറിച്ച് അറിവും വിവേകവും പരലോക ചിന്തയും മരണബോധവും ഉള്ള ഒരു വിശ്വാസിക്ക് അവിടെ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇത് അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തിയ അശ്റാത്തു സഅത്ത്, അന്ത്യദിനത്തിന്റെ അടയാളങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ടതൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് ജീവിതം സംശുദ്ധമാക്കാനുള്ള ഓർമ്മപ്പെടുത്തലാണ്. അതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരാനിരിക്കുന്ന ആ മഹാദുരന്തത്തിന്റെ, ഈ പ്രപഞ്ചത്തിന്റെ നാശത്തിന്റെ ഓർമ്മപ്പെടുത്തലുള്ള അടയാളങ്ങൾ നേരത്തെ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയത് നമ്മളും അതിൽ പെട്ടുപോകാനല്ല. അത്തരം അലീമത്തമായ ചുറ്റുപാടുകൾ നമ്മൾ പെട്ടുപോകാനല്ല, മറിച്ച് ഈ വരുന്ന അസാംസ്കാരികമായ അനിസ്ലാമികമായ പ്രവണതകളിൽ നിന്നും മാറി നിന്നുകൊണ്ട് സംശുദ്ധമായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കാനാണ് അടയാളങ്ങളെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ ഓർമ്മപ്പെടുത്തി. അല്ലാഹു ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട അടയാളമുണ്ട്, വ്യാപകമാകുന്ന വ്യഭിചാരം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരു കാലഘട്ടത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളിലും വലിയ മെട്രോപൊളിറ്റൻ സിറ്റികളിലും മാത്രം കണ്ടിരുന്ന ഈ അനാചാരം, അതിനെപ്പറ്റി പറയുന്ന പരിശുദ്ധ ഖുർആൻ തന്നെ വളരെ മോശമായ പണിയെന്ന് പറയുന്നു. ഏറ്റവും നീചമായ ഈ വ്യഭിചാരം എന്ന് നമ്മുടെ ഗ്രാമങ്ങളിൽ പോലും വിളിക്കുന്ന എത്രത്തോളം അവർ പല പുസ്തകങ്ങളിലും വ്യഭിചാരശാലകളായി മാറുന്നു എന്നതാണ് ചരിത്രം, ഇന്നത്തെ വർത്തമാനം നമ്മെ ബോധ്യപ്പെടുത്തും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇതൊരു സമൂഹത്തിന്റെ, ഒരു സമുദായത്തിന്റെ നാശത്തിന്റെ തുടക്കമാണ്. ഒരു നാട്ടിൽ വ്യഭിചാരം വ്യാപകമാകുന്നത് ആ നാട്ടിലെ മനുഷ്യന്മാരുടെ ശാരീരിക സ്ഥിതിയെ ബാധിക്കുന്നതാണ്. അല്ലാഹുവിന്റെ ഭീകരമായ അദാബുകൾ താണ്ഡവമാടാനുള്ള സാഹചര്യത്തിലേക്കുള്ള പോക്കാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പരിശുദ്ധമായ ഖുർആൻ ശരീഫ് കൃത്യമായി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് വ്യഭിചാരം വ്യാപകമാവെന്ന് പറയുമ്പോൾ ഇന്നത്തെ നമ്മുടെ പരിസരങ്ങൾ, നമ്മുടെ കവലകൾ, നമ്മുടെ റെയിൽവേ പുറംപോക്കുകൾ, കുറ്റിക്കാടുകൾ, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിസരങ്ങളിലുള്ള പൊന്തക്കാടുകളൊക്കെ ഇന്ന് ഈ വിധം ചെറുപ്പക്കാരുടെ വരുന്ന യുവതലമുറയുടെ, നമ്മൾ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന ആളുകളുടെ കാമലീലകളുടെ പ്രവർത്തന മേഖലകളായി മാറിയിട്ടുണ്ട്. അല്ലേ? നമ്മൾ ചിന്തിക്കേണ്ടതില്ലേ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായി വ്യാപകമായി ഓർമ്മപ്പെടുത്തി അതിമലീമത്തമായ ഏറ്റവും നീചമായ ഈ പ്രവർത്തനം നമ്മുടെ നാട്ടിലും വരാനിരിക്കുന്നതാണ്. ഉത്തരവാദിത്തമില്ലാത്ത, പിതാവാരെന്നറിയാത്ത, മാതാവാരെന്നറിയാത്ത ഒരു തരം സംസ്കാര ശൂന്യരായ ഒരു മക്കൾ ഇവിടെ വരാനിരിക്കണം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. കാരണം ഈ വിധം തോന്നിയ പോലെ ജീവിക്കാം, ആലപ്പുഴയും പോവാം, എപ്പോഴും പോവാം, അത് ചോദ്യം ചെയ്യുന്നത് മനുഷ്യർ എന്ന നിലയ്ക്ക് എന്റെ അവകാശത്തിനെതിരെ കൈവച്ചു എന്നുള്ളത് പറയുന്ന വിധം നിയമങ്ങളെ കൂട്ടുപിടിച്ച് അത്തരം സുഖജീവിതം എന്ന താൽക്കാലിക സുഖജീവിതത്തിന് വേണ്ടി വരുമാകുമ്പോൾ നഷ്ടപ്പെടുന്നത് ഒരു രാജ്യത്തിന്റെ സമാധാനമാണ്. അതിനപ്പുറം അറ്റമില്ലാതെ ആനന്ദമായി കടക്കുന്ന മഹ്ശറാലോകത്തെയും അതിനുശേഷം വരുന്ന സ്വർഗ്ഗനരക ജീവിതം, ഇവിടെയൊക്കെ പരാജയം വരാനിരിക്കുന്ന അതിഭീകരമായ പ്രശ്നമാണ്. ഞാനിത് സംസാരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട എന്റെ ശബ്ദം കേൾക്കുന്ന ശ്രോതാക്കളോട് മുഅ്മിനീങ്ങളോട് പറയാനുള്ളത്, ഇത്തരം സാംസ്കാരിക പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ നമ്മുടെ മക്കളെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളെ ഈ കാര്യത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തി ഇത് ദുനിയാവും ആഖിറവും നശിക്കാനുള്ള കാര്യമാണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്ത് നമ്മളത് നന്മയിലേക്ക് നടത്തേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. ഖുർആൻ പറയുന്നു, നിങ്ങൾ വലാ തഖറബു സിന ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല.
നിങ്ങൾ വ്യഭിചരിക്കരുതെന്നല്ല പറയുന്നത്, മറിച്ച് വ്യഭിചാരം സംഭവിച്ചേക്കാൻ സാധ്യതയുള്ള ഏതെങ്കിലും ഒരു പരിസരത്തേക്ക് നിങ്ങൾ അടുത്തു പോകരുതെന്നാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅത്തിൻ ഇല്ലാ വമഅഹാ ദൂ മഹ്റമി. ഒരു പെണ്ണ് ഒരു പുരുഷന്റെ കൂടെ, ഉസ്താദാവട്ടെ, അധ്യാപകനാവട്ടെ, എന്തോ ആവട്ടെ, ഏത് സംവിധാനത്തിന് എന്തിനു വേണ്ടിയാണെങ്കിലും ഒരു പെണ്ണ് അന്യ പുരുഷന്റെ കൂടെ പോയി നിൽക്കുകയാണെങ്കിൽ അവരുടെ കൂടെ ഒരു മഹ്റമില്ലാതെ ഒരു പെണ്ണൊറ്റക്ക് നിൽക്കരുതെന്ന്, പുരുഷന്റെ കൂടെ അന്യ പുരുഷന്റെ കൂടെ നിൽക്കരുതെന്ന് പരിശുദ്ധ റസൂൽ. ആരാണിത് പാലിക്കുന്നത്? ഒരു പെണ്ണൊറ്റക്ക് യാത്ര പോരുന്ന പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടില്ലേ? ഇടത്തെന്ന് പറഞ്ഞാൽ ഇയാൾ ഏതോ കാലത്ത് ജീവിക്കേണ്ടവന്, 6-ാം നൂറ്റാണ്ടിലെ ചിന്ത ഇപ്പോഴും മാറിയിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മെ പരിഹസിക്കുന്ന, നമ്മൾ തരം പഴഞ്ചന്മാരാക്കുന്ന ആൾ. ഇതിന്റെയൊക്കെ ദുരന്തം അനുഭവിക്കേണ്ടത് എല്ലാവരും ഉറപ്പാണ്. ആദ്യ സമൂത് ഗോത്രത്തിന്റെ ഇന്ന് നമ്മൾ ഡെഡ് സീ എന്ന് പറയപ്പെടുന്ന ആ ചാവുകടലിന്റെ പരിസരം, ആ കടലിന്റെ താഴ്ഭാഗത്ത് കിടന്നാൽ വെള്ളത്തിൽ താഴ്ന്നു പോകാത്ത വിധമുള്ള ഡെഡ് സീയുടെ അടിയിൽ കിടക്കുന്ന ഒരു സമുദായമാണ്. അല്ലാഹുവിന്റെ ഭീകരമായ ശിക്ഷ ഇറങ്ങി ആ നാടൊന്നടങ്കം ഉയർത്തിയിട്ട് അതിഭീകരമായ ശിക്ഷ ഇറങ്ങി ഖുർആൻ കൃത്യമായി പറയുന്നത്. കാരണം ഒരു നാട്ടിലും സംഭവിക്കാൻ പാടില്ലാത്ത വിധം ഏറ്റവും മലീമസമായ ഒരു ദുരാചാരം ആ നാട്ടുകാർ നടപ്പാക്കാൻ തുടങ്ങിയപ്പോൾ, വ്യാപകമായ ആളുകളായി മാറിയപ്പോൾ, വളരെ ന്യൂനപക്ഷങ്ങളായ വിശ്വാസികൾ മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നറിയിപ്പ് കൊടുത്തവരെ അല്ലാഹുവിനെ മാറ്റിയിട്ട് അല്ലാഹുവിന്റെ ഭീകരമായ ശിക്ഷ ഇറങ്ങിയ സ്ഥലമാണ് ഇന്ന് ഡെഡ് സീ എന്നറിയപ്പെടുന്ന ആ നാട്. അതിന്റെ മണ്ണിന്റെ അടിയിൽ നിന്ന് പലപ്പോഴും പല ശരീരത്തിന്റെ ഭാഗങ്ങളും എടുത്തു നിൽക്കുന്ന അവർക്കിറങ്ങിയ ശിക്ഷയെ കുറിച്ച് ചരിത്രകാരന്മാർ അതിന് ശാസ്ത്രജ്ഞർ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധം നൽകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു നിലക്കും അതിന്റെ പരിസരത്തേക്ക് പോലും പോകാൻ പറ്റാത്ത അത്രയും മലീമസമായ ഈ വ്യഭിചാരം ഇന്ന് വ്യാപകമാകുമ്പോൾ നമ്മളതിന് കൃത്യമായ നിലപാടെടുക്കണം. അതിനുള്ള സാഹചര്യങ്ങൾ ഏതെങ്കിലും നിലക്ക് വരാനുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായി കൊട്ടിയടക്കാനുള്ള ഈമാനികമായ ബോധം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹിക്കട്ടെ.